ഹലോ മക്കളെ, അസ്സലാമലൈക്കും. എന്താ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി അത് നനക്കണം. എന്ത്? ഇത് വാർത്തില്ലേ, സൺഷെയ്ഡ് വാർത്തത്. സൺഷെയ്ഡ് വാർത്തത് ഇന്ന് വന്നാണ് നമ്മളെ നനക്ക അല്ലേ? സൺഷെയ്ഡ് ഞാൻ പറഞ്ഞു. ഇമ്മ എന്താ പറഞ്ഞേ? സൺസെയ്ഡ് അല്ല, സൺഷെയ്ഡ്. വിദ്യാഭ്യാസല്ലേ ഗൈസ്. ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി അറിയുന്നത് നമ്മളെ സൺഷെയ്ഡ് ഇന്നലെ വാർത്തില്ലേ ഞാൻ. അപ്പോൾ അത് വെള്ളം നനക്കണം. വെള്ളം പറയുമ്പോൾ ഇവിടുന്ന മോട്ടർ അടിച്ചാണല്ലേ? പൈപ്പൊക്കെ അവിടെ സെറ്റ് ഉണ്ടോ? ഓൾറെഡി വെച്ചിരിക്കണ്. രാവിലെ അടിച്ചത് ഗൈസ്. ഇവര് നമ്മള് നീച്ചണതിന് മുമ്പ് രാവിലെ തന്നെ ഒരു റൗണ്ട് അടിച്ചിരിക്കണേ ഗൈസ്. അതിന്റെ ഇടയ്ക്ക് എന്റെ മുടി പോയി ഞാൻ കൊളാക്കിക്കണ്. അവിടേക്ക് ഇപ്പടണ്ട, ഗൈസ്. രണ്ടുപേരവിടെ വന്നിട്ടുണ്ട്. മുന്ന റസൽ ആൻഡ് ആഷിഖും. കാണുന്നില്ല. എപ്പോ വീഡിയോ എടുക്കുമ്പോഴും ഗൈസ് ഇവര് കേറി വരും കേട്ടോ. ഇതൊക്കെ എന്തിനാ മമ്മി ഡ്രസ്സാള്? ചൂടിനോ? നനച്ചിട്ട് കഴിഞ്ഞാലേ? ആ ഓക്കെ. വള്ളം നനച്ചാണ് അതിന്റെ മുകൾക്കൂടെ ഇടാനാണെന്നാ പറയണേ ഗൈസ്. നമ്മള് ഡ്രസ്സാള് ഇതിങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അതിന്റെ മുകളിൽ വള്ളം നനക്കണെങ്കിൽ മോട്ടർ നനക്കണല്ലേ? മോട്ടർ അടിക്കണല്ലേ? ഇല്ലേ, ആയിക്കൂടെ കയറണ്ട. അവിടെ നിന്ന് പൊളിഞ്ഞ കഴിഞ്ഞിട്ടാണ് അടുത്ത വണ്ടി വലിയ ഉണ്ടാക്കാൻ. നോക്കി നടന്നോളി. നോക്കി നിക്കട്ടോ ഗൈസ്. ഇന്നലെ ചെയ്തത് എവിടേക്കാ വെച്ച് കഴിഞ്ഞാല് ഇവിടെ സിറ്റ് ഔട്ടിന്റെ അവിടെ ചെയ്തു, പിന്നെ ഇവിടെ ചെയ്തു, ഇവിടെ പിന്നെ അങ്ങനെ അവിടെ ഇതാക്കണേ. ഞാൻ കാട്ടിത്തരാം. ഉമ്മമ്മ നിൽക്കണേ ഇവിടെ ചെയ്തേണ്, പിന്നെ അതേപോലെ ഇവിടെ ചെയ്തിക്കണേ, അതേപോലെ ഇവിടെയും ചെയ്തിക്കണേ. ഇത്ര ഭാഗത്താണ് ഇന്നലെ നമ്മള് കോൺക്രീറ്റ് എടുക്കണേ, സൺഷെയ്ഡ് വാർത്തിക്കണേ. പേരൻ്റെ മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഗൈസ് ഇത്. സെറ്റ് നല്ല പൊരി വെയിലത്ത്. അല്ല, ഇതിപ്പോ ഈ നട്ടുച്ചക്ക് നനക്കണം എന്ന് പറഞ്ഞ ഇപ്പൊ ആരാ? രാവിലെ വൈകുന്നേരം അല്ലേ നനക്കല്? ആണോ? വെയില് സീനാണല്ലേ? ഏതിന് ഈ ചെറുതിനെ കിടണോ? അപ്പൊ അവിടെയും എല്ലാ ഭാഗത്തുകൂടെ ഒക്കെ ഇട്ടിക്കണേ. അവിടെ ഒക്കെ തുണി ഇട്ടിക്കണേ. ഇവിടെ പെടണ്ടെന്നാണ് അമ്മ പറഞ്ഞേ. ഇവിടെ പെടണ്ട, ആയിക്കോട്ടെ ഇടണ്ടല്ലേ ഗൈസ്. നമ്മളെ മുന്നേയും ചെക്കന്മാരൊക്കെ താഴെ എത്തിക്കണേ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാട്ടിത്തരാം. ഇന്നലെ രണ്ടാൾക്കാർ മുടിയെട്ടാൻ പോയോണ്ട് രണ്ടാൾക്കാർ കൊറിയലൊക്കെ ആക്കിയാണ് വന്നത്. ഞാൻ കാട്ടിത്തരാട്ടോ. മുന്നന്റെ മുടി നോട്ടെ മോനെ. സെറ്റ് ലുക്കായി കണ്ടോ മുന്നേ? സത്യം പറയോ? ലുക്കായില്ലേ? മറ്റേ സെയിൻ മാലിക് ല്ലേ? സെയിൻ മാലിക്കിന്റെ ചെറിയ ഏകദേശം സൈഡ് നോക്കുമ്പോ അങ്ങനെ നമ്മളെ മുന്നേ മുന്നേ അങ്ങനെ തിരിച്ചു പോവുകയാണല്ലോ. മുന്നേ വാടാ ഓനതൊരു കസ്റ്റമറെ പേരിക്ക് വേണ്ടിട്ട് ഡെലിവറിക്ക് വന്നതാ ഈ റൂട്ടിൽ കൂടെ. ഓനും ആഷിക്കും ആന്ന് ഡ്യൂട്ടി ടൈമിലാണോടാ തെണ്ടി കിടക്കണേ. നമ്മളെന്തായാലും ഇനി നേരെ വെള്ളം അടിക്കാൻ നോക്കട്ടെ. രാവിലെ അടിച്ചാണ്, ഇത്രയും നേരമായിട്ടൊന്നും നനച്ചിട്ടില്ല. ഇപ്പൊ ടൈം ഏകദേശം ഇത്രയും 3 മണിയോ 3 മണി. ഈ വെയിൽ കണ്ടിട്ട് ഏകദേശം 1:30-2 മണിയില്ലേ? നല്ല വെയിലുണ്ട് ഗൈസ്. പൈപ്പ് മുള്ള ഓക്കെ. നല്ല നടന്നോളൂ കുഞ്ഞാണ്ണ. ഒരു ദിവസം എത്ര വട്ടം നനക്കാൻ കാണണേ? 2-3 വട്ടോ? മമ്മടെ മാമ അപ്പുറത്ത് കൂടെ നടക്കണ്ട ഗൈസ്. പൈപ്പ് ഉണ്ടായാലും പിന്നെ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നനച്ചത് ബക്കറ്റിൽ മുക്കി പറഞ്ഞേ എന്റെ പൊന്നോ. നല്ല നനച്ചോളാം. ഓരെന്താ പറഞ്ഞു? ഇവിടെ എന്താ എന്താ പറഞ്ഞു?
അത് കള്ളി ആക്കണേ ഇതിലേ വെള്ളം നിക്കാനേ. മനസ്സിലായി. ആ മുകളിൽ ആ സാധനം കണ്ടില്ല, അതിന്റെ മുകളിൽ വെച്ചിട്ട് ആ സാധനം വെള്ളം കെട്ടിക്കാൻ വേണ്ടിട്ട്. അല്ല അത് കുറച്ചേരം ഉണ്ടാവുള്ളൂ, അത് പെട്ടെന്ന് പൊട്ടിച്ചളയാനും പറ്റും. പൊയ്ഞ്ഞാറല്ല ജി എന്ത് കാശ് പൈപ്പ് കൊണ്ടിപ്പോ പോയിനി. വെയിലൊരു രക്ഷയില്ല കേട്ടോ. ഈ ഫോണ് വീഡിയോ എടുത്തിക്കണതിന്റെ ഇടക്ക് നല്ല ചൂടാവലാണ്. ഫ്ലാഷിന്റെ ഓപ്ഷനൊന്നും കാണിക്കണല്ല. ഫ്ലാഷിന്റെ ആവശ്യമില്ല, പക്ഷെ അത്രക്കും ഹീറ്റായി കുത്തിരിക്കണേ. നല്ല ചൂടുണ്ടെ നല്ല ചൂട്, പൊരി വെയിലും. ചുമന്നാട്ടെ. ഇന്ന് കുറച്ച് ഉന്മേഷം നമുക്ക് കുറവാട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടാവും. കാരണം വെയിലത്തന്നെ നിന്നിട്ടേ കരിഞ്ഞിടും. ഇവനൊക്കെ നോക്കിയാ കോലം കെട്ടിക്കണേ. ഞാനോട് ആകെ തീരുമാനം വെയിലത്ത് നിന്നിട്ട്. ഈ വെയിലത്തൊക്കെ മാതിരി പെരപ്പണിക്കൊക്കെ പോണവരെ സമ്മതിച്ചണം അല്ലേ അമ്മ? വെയിലത്തൊക്കെ ഓരോ പണി എടുക്കണല്ലോ, എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. താങ്ങൂലല്ലേ? ഞാനും ആ തോട്ടത്തില് റബ്ബറിന്റെ ഈ മറക്കാനൊക്കെ പോയത് ഇങ്ങനത്തെ വെയിലത്തല്ലേ. ഈ തോട്ടത്തിൽ ഇപ്പൊ എങ്ങനെ തള്ളുണ്ട്. സെറ്റാണ്. നമ്മള് വെള്ളം നനച്ചാണ്ട് മറ്റേ കട്ടമ്മക്കൂടെ നോക്കണ്ടല്ലോ. ഇന്റെ റൂം നമ്മളെ വള്ളം നനക്കലിന്റെ പരിപാടിയാണ്. അത് ഏകദേശം തീരുമാനമായി. വയ്യല്ലേ? മഴക്കാലം പോലും അല്ല. ഇനിയിപ്പോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായാലും. ഇതിപ്പോ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരു മഴ ഇതല്ലേ, അപ്പൊ ഇതിനൂടെ വെള്ളം കയറി കുത്തിരുന്നു. അപ്പൊ ഇനി മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ കുളം പോയി സുഖമായി മീൻ പിടിച്ചാ. മുറ്റത്തേക്ക് മീൻ പിടിച്ചാ വജ്ജ് കുറച്ച് സീനാട്ടോ. ഇനി കുറച്ച് കല്ലെന്തേലും കൊണ്ടുവന്നിടണം. എന്നും മീൻ കൂട്ടാം. എന്നും ഇനി പോയ മീൻ കൂട്ടല്ലേ അമ്മമ്മ? എന്താ പറയല്ലേ ചിരിച്ചേ. പിന്നെ അതേപോലെ തന്നെ റേഞ്ച് ഭയങ്കര സീനാണ്. റേഞ്ച് അല്ലേ? റേഞ്ച് റേഞ്ച് ഇല്ല. റേഞ്ച് പറഞ്ഞ സാധനം ഒന്നും കണി കാണാനും കൂടി കിട്ടുന്നില്ല. എങ്ങനെ മെറ്റൽ മണല്ലോ അല്ലേ? തീരുമാനായി ആണോ? സോറി, ചുട്ടൊരു തീരുമാനായി. നമ്മളിഞ്ഞ ഇവിടെ ഇങ്ങനെ നിക്ക. ചോറ് വരെ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളന്ന് ഫിസിയോതെറാപ്പിക്ക് പോയോ? അന്തി ഇന്ന് ലീവാ? നാളെ തന്നെ. നാളെ ഇഞ്ഞും പോണം. എന്താ കാലിപ്പോ മാറ്റണ്ടോ? ചെയ്യണോ? നല്ല വേന ഉണ്ടാവേ. കാലിങ്ങനെ നടക്കല്ലേ? കറണ്ട് ബില്ലിന്റെ എന്താ പറഞ്ഞ കറണ്ടിന്റെ വരുമ്പോഴോ നമ്മളീ ഇൻകമിന്റെ കാര്യല്ലേ? പൈസ എന്തേലും വേണോ? നല്ല ആവുന്നില്ലേ? എന്തെല്ലാം ഓരോരോ വണ്ടിയും വലി. എന്തായാലും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വൈകുന്നേരം വളം അടിച്ചണോ? മഴ എങ്ങനെയും പെയ്താ മതിയായിരുന്നു. നാളെ രാവിലെ ഇന്നിപ്പോ നിങ്ങൾ നീച്ചതിന് ഞാനും രാവിലെ വന്ന് ആ മറ്റേതല്ലേ? ആ ജസ്റ്റ് ഒരു തടവിന് വെള്ളം കെട്ടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. മൂപ്പരപ്പ എവിടെയാ പോയി പൊട്ടിക്കണം. രാത്രി ഇന്നലെ രാത്രിയാണ് അതിന്റെ മുകളിൽ കൂടെ പെയിന്റ് ഇത് സിമെന്റ് വാർത്ത് കഴിഞ്ഞാൽ സിമെന്റ് ഇറക്കലുണ്ടല്ലോ. അതിന്നലെ രാത്രി 9 മണിക്കാണല്ലോ വന്നിട്ട് വെച്ചു പോയത്. ഇന്ന് മൂപ്പര് പണിയായിട്ട് വന്നിട്ട് ഇന്നാ തുണ്ടുണ്ടാക്കും. അതിന് ഒഴിവില്ല. ഇനി പറയാൻ കുറ്റല്ല. തിരക്കിലായി പോയി. എന്തോ പറയുന്നുണ്ട് ഗൈസ്. എന്താണ് ഇങ്ങനെ പൊടിച്ച ഒരാളിങ്ങനെ പൊടിച്ച എന്നിട്ട് ഈ ചെറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഈ മുട്ട ഇങ്ങനെ എന്നെ കൊണ്ട് കഴിച്ചില്ല. ഒരാൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കുലുക്കുക. ഈ ചെറ്റ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കുക. അതേപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. അങ്ങനെ ഇളക്കണം എന്ന് പറഞ്ഞു. നോക്കാം ചെറ്റ കത്തിച്ചാനാണോ ഓരോ മോണ്ടാ പറയണത്. എന്തിനാണ് ഡോക്ടർ പറഞ്ഞതാ? ഉമ്മാന്റെ ഫിസിയോതെറാപ്പി ചെയ്യണത് ഡെയിലി 200 റുപ്യ വെച്ചിട്ടില്ലേ? 250 ഡെയിലി 250 റുപ്യ വെച്ചിട്ടാണ്. അപ്പൊ ബൈക്കുമ്പോ പോലെ എടുക്കൂല. അപ്പൊ ഓട്ടോറിക്ഷയിലാണ് പോക്ക്. അപ്പൊ ഡെയിലി 500 റുപ്യ അങ്ങനെ പോകുന്നുണ്ട്. 500 വണ്ടിക്കൂലി അങ്ങോട്ട് കൊണ്ടുകൂടി. വണ്ടിക്ക് വരണമെങ്കിൽ 300. വേറെ വണ്ടിക്ക് വരികയാണെങ്കിൽ 200 400.
രണ്ട് വണ്ടി അവിടെ ഇങ്ങോട്ട് വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോയ വണ്ടി തിരിച്ചുവിട്ടിട്ട് വേറെ അപ്പൊ ഒരു ദിവസം 700-800 ചെലവോ? ഒരു ദിവസത്തെ ചെലവാണ് 700-800 രൂപ. ഒരാൾക്ക് നിർത്തണോണ്ട് നമുക്ക് 300 റുപ്യ മതി. അതിനേറെ വരും. അവിടെ തിരക്കാണെങ്കിൽ നമ്മൾ വിടേണ്ട വണ്ടി. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നനക്കാൻ വേണ്ടി വന്നാ കൊയങ്ങിട്ടോ തീരുമാനം. ഇതൊക്കെ 2 അവിടെ ഒടിഞ്ഞു തൂങ്ങി കുത്തിരിക്കുന്നു. നിങ്ങൾക്ക് അറിയണല്ലേ ഇപ്പത്തെ ചൂടിന്റെ അവസ്ഥ. ഞാൻ ചിരിച്ചിട്ടില്ല, ചെയ്യുന്ന ചിരിച്ചു കാട്ടേ. അതെ, ചോർന്നിട്ടുള്ള ഇല്ലട്ടോ ഗൈസ്. പോയി ചോദിച്ചാൽ 2:30-3 മണിയല്ലേ. ഇനിയിപ്പോ നേരെ പോയി നമ്മള് വീഡിയോ വേണ്ടി പോയില്ലതാ വീഡിയോ വേണ്ടി പോയി. അപ്പൊ അമ്മ നെക്സ്റ്റ് ഒരു അടുത്ത വീഡിയോ കാണാം. അതെല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പൊ ഗൈസ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഉമ്മമാന്റെ വക ഒരു സലാം. അസ്സലാമു അലൈക്കും. നിമ്മാന്റെ വക സലാമാണ്. അസ്സലാമു അലൈക്കും. എന്റെ വക സലാമാണ്. അസ്സലാമു അലൈക്കും.